ഒരു ആശ്വാസ വാർത്ത വരുന്നു. കർണാടക വിജയപുരയിൽ കുഴൽക്കിണറിൽ വീണ 1.5 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി. 20 മണിക്കൂർ നേരം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കുഞ്ഞിനെ പുറത്തെത്തിച്ചത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേർന്നു. മനേഷ്, 20 മണിക്കൂറോളം പ്രതീക്ഷയോടെ കാത്തിരുന്ന വാർത്ത, ആശ്വാസ വാർത്ത വന്നിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ മുഴുവൻ വിജയം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹേൽ, തീർച്ചയായും. കാരണം ഇന്നലെ വൈകുന്നേരം 7 മണിയോട് കൂടി 7 മണിക്ക് ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ്. NDRF ആണെങ്കിലും SDRF ആണെങ്കിലും പോലീസ് ആണെങ്കിലും നാട്ടുകാരെല്ലാവരും ഒരേ മനസ്സോടു കൂടിയുള്ള പ്രവർത്തനമായിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. സമാന്തര ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു കർണാടക വിജയപുരയിൽ കൃഷി ആവശ്യത്തിനായി കുഴിച്ച കുഴൽക്കിണറിൽ 1.5 വയസ്സുകാരൻ വീഴുന്നത്. അങ്ങനെ 20 മണിക്കൂർ നീണ്ട ദൗത്യശ്രമങ്ങൾ, സമാന്തരമായ കുഴിയെടുത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു. അങ്ങനെ 20 മണിക്കൂറിന് ശേഷം ആശ്വാസ വാർത്ത വന്നിരിക്കുന്നു. 1.5 വയസ്സുകാരൻ വീണ്ടും ജീവിതത്തിലേക്ക്. മനേഷ് മൂർത്തി ചേർന്നു. മനേഷ് മൂർത്തി, തുടരാം. മനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തകരുടെ, ജനങ്ങളുടെ, അങ്ങനെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം. 1.5 വയസ്സുകാരൻ വീണ്ടും ജീവിതത്തിലേക്ക്. സമാന്തര കുഴിയെടുത്തായിരുന്നില്ലേ രക്ഷാപ്രവർത്തനത്തിന്റെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? വിവരങ്ങൾ. സുഹൈലം, 20 മണിക്കൂർ, അതായത് ഇന്നലെ വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ NDRFും SDRFും പോലീസും നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ചുള്ള രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. പരമാവധി ശാസ്ത്രീയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു സമാന്തരമായി കുഴിയെടുത്ത്. ഏകദേശം 16 അടി താഴ്ചയിലാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ മൂവ്മെന്റ്സ് കൃത്യമായി തന്നെ ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ട് ഓക്സിജൻ ഉൾപ്പെടെയുള്ളവ ഈ കുഴിക്ക് അകത്തേക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു എന്തായാലും നടത്തിയിരുന്നത്. എന്തായാലും 20 മണിക്കൂറുകൾ നീണ്ട ഒരു വലിയ രക്ഷാപ്രവർത്തനം, അത് സമാന്തരമായി കുഴിയെടുത്തുകൊണ്ടാണ് അല്പസമയം മുമ്പ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ സാധിക്കും. അതായത് രക്ഷാപ്രവർത്തകർ അടുത്തെത്തുമ്പോഴും ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്തായാലും അങ്ങനെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ നമുക്ക് അല്പസമയത്തിന് ശേഷം നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. എന്തായാലും കുട്ടിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒരു 20 മണിക്കൂർ നീണ്ട ഒരു അശ്രാന്ത പരിശ്രമം തന്നെയായിരുന്നു ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. നമുക്കറിയാം 16 അടി താഴ്ചയിലാണ് ആ കുട്ടി ഉണ്ടായിരുന്നത്. അവിടെ നിന്നും കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്തായാലും ചെയ്തത്. അതെന്തായാലും വിജയം കണ്ടിരിക്കുന്നു. നിലവിൽ ആശുപത്രിയിലാണ് കുട്ടി. ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം നമുക്ക് ആ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയും. ശരി, 1.5 വയസ്സുകാരന്റെ ജീവനായി മനുഷ്യ സമൂഹം മുഴുവൻ ഒന്നിച്ചു നിന്ന സുന്ദര കാഴ്ച. ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു. 1.5 വയസ്സുകാരൻ ജീവിതത്തിലേക്ക്. മനേഷ് മൂർത്തിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.